ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസം 18 മുതൽ 24 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ വാരത്തിലാണ് പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം. ലോകം മുഴുവനും ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ഉടമയാണ്, അതായത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ഈശ്വരനെ പോലെ ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ആഗസ്റ്റ് മാസം 20 ചൊവ്വാഴ്ചയാണ്. ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. മേടരാശി അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച വരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാകും. വളരെ നാളുകളായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കും സന്താനലബ്ധിക്ക് സാധ്യത വളരെ കൂടുതലാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥതകളും എല്ലാം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞൊരു വാരമായിരിക്കും. സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നല്ലതാണ്. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയോടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം മുൻകോപം കഴിയുന്നത് കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധിക്കണം. ചെലവുകൾ വർദ്ധിക്കും. ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. ഗൃഹസംബന്ധമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. ജന്മവ്യാഴം നിൽക്കുന്ന സമയമാണ് ശ്രീരാമൻ വനവാസത്തിന് പോയത്. അപ്പോൾ അത്ര കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പ്രയാസത്തിൽ ഉള്ള സമയമാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിജീവിക്കേണ്ട സമയമാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാകും. ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അലച്ചിലോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാക്സിമം മുൻകോപം കഴിയുന്നത് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ്. തൊഴിൽപരമായിട്ടും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും മൗനവ്രതം എടുക്കുക. പ്രത്യേകിച്ച് ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ദാമ്പത്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളുണ്ടെങ്കിൽ ആരെങ്കിലും ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ മൗനവ്രതം എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആശുപത്രിവാസമോ അല്ലെങ്കിൽ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. അതുപോലെ തന്നെ ചെലവുകളും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. അന്യദേശവാസത്തിനും യോഗം കാണുന്നുണ്ട്. കർക്കിടകരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടകരാശിക്കാർക്ക് ഈ വാരം ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. പല വിധത്തിലുള്ള ധനലാഭം ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രൊമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും വിധത്തിൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളോ പ്രൊമോഷനൊക്കെ ഉള്ളവർക്ക്, ജോലി നഷ്ടപ്പെട്ടവർക്കൊക്കെ തിരികെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ പ്രൊമോഷനോടുകൂടി തന്നെ ജോലി തിരികെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. പലർക്കും ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ജോലിയിൽ അപകീർത്തി കേൾക്കുക, തൊഴിൽപരമായിട്ട് പ്രതിസന്ധി ഉണ്ടാവുക, ചിലപ്പോൾ അതെല്ലാം ചെയ്യാത്ത കുറ്റത്തിനാവാൻ സാധ്യതയുണ്ട്. ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും തൊഴിൽ തടസ്സങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുടെ അപ്രീതികളും എല്ലാം
പൂർണ്ണമായിട്ടും മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് അപകീർത്തി കേൾക്കുന്നതും അതുപോലെ ജയിൽവാസം വരെ അനുഭവിക്കുന്നവരും നമ്മുടെ നാട്ടിൽ ധാരാളം പേരുണ്ട്. ഉദാഹരണം, ഏതെങ്കിലും വിധത്തിൽ കേസ്, വഴക്കുകൾ, കലഹങ്ങൾ, ജയിൽവാസം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ശരാശരി ഒരു 10% പേരെങ്കിലും ചിലപ്പോൾ തെറ്റ് അല്ലാത്തവരായിരിക്കും, തെറ്റ് ചെയ്യാത്തവരായിരിക്കും. അത് അപൂർവമായിട്ട് അവർ ചിലപ്പോൾ ചില സമയത്ത്, ഉദാഹരണം എവിടെയെങ്കിലും ഒരു അടിപിടിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അടിപിടി കൂടിയവരെല്ലാം പോലീസിനെ കാണുമ്പോൾ ഓടിപ്പോകും. പക്ഷേ അടുത്ത് പോയി എത്തി നോക്കണവരായിരിക്കും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് 1-2 ദിവസം അറിയാതെ തന്നെ ലോക്കപ്പ് ഇരിക്കേണ്ടി വരും. കാരണം പോലീസുകാർ തെറ്റുകാരല്ല. കാരണം അടുത്ത് നിൽക്കുന്നവരെ പിടിച്ചുകൊണ്ട് പോകാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. ദൂരെ പോയി ചെന്ന് പിടിച്ചുകൊണ്ട് പോകാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തെറ്റ് ചെയ്യാത്തവർ തന്നെ അങ്ങനെ ഉള്ള സംഭവങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റ് ചെയ്യാത്തവർ പോലും കണ്ടകശനി, ഏഴരശനിയൊക്കെ ഉള്ള ഒരു സമയത്ത് അവിടെ പോയി എത്തി നോക്കാതിരിക്കാനും വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ രാത്രി അല്ലെങ്കിൽ പകൽ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ചിങ്ങരാശി. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥത ഉണ്ടാവും. ദാമ്പത്യപരമായിട്ട് ഈ വാരത്തിൻ്റെ അവസാനം നന്നായിരിക്കും. കലാപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്കും നല്ല കാലമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യതയൊക്കെ ഉണ്ടാവും. വീഴ്ചകളും മുറിവുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശം കഴിയുന്നത് കുറയ്ക്കണം. തൊഴിൽപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട സമയമാണ്. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. ചെറിയ ചെറിയ പ്രയാസങ്ങളോ മനസ്സമാധാനം ഒഴിച്ചാൽ ഈ വാരം നല്ലതാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. കന്നിരാശി. ഉത്തരത്തിൻ്റെ 3/4 മാസവും ചിത്തിരയുടെ ആദ്യത്തെ 30 ആഴ്ച കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക അസ്വസ്ഥതകളെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സന്തോഷം ലഭിക്കും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യയും വിശാഖത്തിൻ്റെ 3/4 കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് പൊതുവെ അഷ്ടമത്തിൽ ചൊവ്വയും വ്യാഴനും സഞ്ചരിക്കുന്ന സമയമാണ്. ചൊവ്വയുടെ സ്ഥിതി അത്ര നല്ലതല്ലെങ്കിൽ വ്യാഴൻ്റെ സ്ഥിതിക്കും കുറച്ചൊരു തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം ചൊവ്വയും വ്യാഴനും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളിലും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. ജോലിഭാരം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി, പല വിധത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നല്ലതാണ്. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 ആഴ്ചയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. മുൻകോപം പിടിവാശി കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. ഏതെങ്കിലും വിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യവും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം പിതൃഗുണവും പിതൃസമ്പത്തും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ജോലിഭാരം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യാത്രകളൊക്കെ ഉണ്ടാകും. അല്പം ഒരു അലച്ചിലോ ബുദ്ധിമുട്ടോ മാനസികമായിട്ടുള്ള ടെൻഷനോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പൊതുവെ ഈ വാരം നന്നായിരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്.
മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർ ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാകും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. വിവാഹ മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാകും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും. ആരോഗ്യനില മെച്ചമായിരിക്കും. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളോ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. താമസിക്കുന്ന വീടിൻ്റെ തെക്ക് ഭാഗത്ത് വീട്ടിന് പുറത്ത് ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ കുഴിയോ കുളിമുറിയോ ഉള്ളവർക്ക്, അതായത് ബാത്റൂമൊക്കെ ഉള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. പലർക്കും പക്ഷാഘാതം, അതുപോലെ വീഴ്ചകൾ, മുറിവുകൾ, അപകടങ്ങൾ, ക്യാൻസർ, പല വിധത്തിലുള്ള രോഗങ്ങൾ തുടങ്ങി പല രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർ വീടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജാതകം മാത്രമല്ല, ജാതകം നോക്കുന്നത് വളരെ നന്നായിരിക്കും. അതുകൂടാതെ ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായിട്ടുള്ള അസുഖമുള്ളവർക്ക് വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. വീടിൻ്റെ തെക്ക് ഭാഗത്ത് ടോയ്ലറ്റ് സെപ്റ്റി ടാങ്കൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്രട്ടാതി രേവതി കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം ധനപരമായി വളരെ നന്നായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ഗൃഹവാഹനാദി ഗുണം ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദര സ്ഥാനിയിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ടും നന്നായിരിക്കും. പലരും വിവാഹമൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ വേണ്ട, പിന്നീട് മതി, 2 വർഷം കഴിഞ്ഞിട്ട് മതി, പഠിച്ചിട്ട് മതി, ജോലി കിട്ടിയിട്ട് മതി, ഇങ്ങനെ പറയുന്നവർ ധാരാളം പേരുണ്ട്. വളരെ സൂക്ഷിക്കുക. കാരണം അവർക്കിപ്പോൾ 2024 ജനുവരി മുതൽ മീനൻ രാശിക്കാർക്ക് ഏഡ്രസ്സിന് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കല്യാണം നടക്കണമെന്നില്ല. മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ കിട്ടുന്നതല്ല കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ശരി ഒരു കല്യാണം നടത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. സമയത്തിന് നടക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയം, അതായത് ഏഡ്രസ്സിന് തുടങ്ങിയ സമയമാണ്. അതുകൊണ്ട് കഴിയുന്നതും വേഗം കല്യാണം നടത്താനും താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരു തീരുമാനം എടുക്കുന്നതും വളരെ നന്നായിരിക്കും. ജോലി മറ്റു കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ വിവാഹം നീട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ ഈ വാരം നല്ലതാണ്. ഈ ആഴ്ചത്തെ ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിശാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. അതുപോലെ തന്നെ ഫോണിലൂടെയും നിങ്ങൾക്ക് മറുപടി ലഭിക്കും. 9447471711. ഈ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. നേരിട്ട് മറുപടി ലഭിക്കും. കാരണം സാധാരണഗതിയിൽ ചിലർക്ക് നേരിട്ട് മറ്റുള്ളവരറിയാതെ ഇരിക്കാൻ വേണ്ടി ധാരാളം പേരുണ്ട്. ജ്യോതിഷം ആവശ്യമാണ്. അത് സ്വകാര്യ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തനിയെ അറിയാൻ വേണ്ടി, ഒറ്റയ്ക്ക് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഫോൺ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം.